ലോകേഷ് കനകരാജ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് ആദ്യം ഓർമ്മ വരുന്ന ഒന്നായിരിക്കും LCU, അതുപോലെ അതിലെ ഓരോ ക്യാരക്ടേഴ്സ്. LCUവിലെ ഓരോ ക്യാരക്ടേഴ്സിനും ഒരു അനിമൽ അല്ലെങ്കിൽ ഇൻസെക്ട് സിംബോളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. പല യൂട്യൂബ് വീഡിയോസിലും അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതെല്ലാം വെറുതെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണോ? നമുക്കൊന്ന് ഡീറ്റെയിൽ ആയി തന്നെ നോക്കാം. എല്ലാവർക്കും ഫിലിമോഗ്രഫിയിലെ ആദ്യ വീഡിയോയിലേക്ക് സ്വാഗതം. LCUവിലെ ആദ്യ ചിത്രമായിരുന്നു കൈദി. ഇതിലെ ദില്ലി എന്ന ക്യാരക്ടറിന് കൊടുത്തിരിക്കുന്ന സിംബോളിഫിക്കേഷനാണ് ടൈഗർ അല്ലെങ്കിൽ കടുവ എന്നത്. വേട്ടയാടുന്നതിൽ വളരെ എക്സ്പേർട്സ് ആണ് കടുവകൾ. ആവശ്യമില്ലാത്ത മൃഗങ്ങളെ പിടിക്കുന്ന സ്വഭാവ രീതി കടുവകൾക്കില്ല. വിശക്കുന്ന ടൈം ഒഴിച്ചാൽ മാക്സിമം ഒഴിഞ്ഞു മാറാൻ ഈ വർഗ്ഗക്കാർ ശ്രമിക്കാറുണ്ട്. അതുപോലെ നേരെ നിന്ന് മാത്രമേ കടുവകൾ അറ്റാക്ക് ചെയ്യാറുള്ളൂ. പുറകിൽ നിന്ന് ആക്രമിക്കുന്ന രീതി കടുവകൾക്കില്ല. പിന്നെ മറ്റുള്ള മൃഗങ്ങളെ വെച്ച് നോക്കുമ്പോൾ അത്ര അഗ്രസീവ് അല്ല. ചില സമയങ്ങളിൽ ശാന്ത സ്വഭാവക്കാരുമാണ് കടുവകൾ. ദില്ലിയുടെ ഒരു ക്യാരക്ടർ രീതി നോക്കിയാൽ ഏറെക്കുറെ വളരെ സിമിലറാണ്. കാരണം ദില്ലിയായിട്ട് ഒന്നും തന്നെ ചെയ്യാറില്ല. പക്ഷേ ഇറങ്ങേണ്ടി വന്നാൽ മാത്രം ആക്രമിക്കുന്ന ഒരു സ്വഭാവ രീതിയാണ് ദില്ലിയുടെ. അതുപോലെ അറ്റാക്ക് ടൈമിൽ രക്ഷപ്പെടുന്ന ആളുകളെക്കാളും കൂടുതൽ പരിക്ക് പറ്റിയവരാണ്. മുൻപ് പറഞ്ഞ പോലെ ഒരു പെർഫെക്റ്റ് ഹണ്ടറാണ് ദില്ലി. ദേഷ്യം പോലെ കടുവകളുടെ മറ്റൊരു സൈഡാണ് ഇമോഷൻ. അവരുടെ വീക്ക് പോയിന്റും അതുതന്നെയാണ്. ഒരു തരത്തിൽ ദില്ലിയും ഈ രീതിയല്ലേ? തൻ്റെ മകളെ ഒന്ന് കാണാൻ വേണ്ടിയല്ലേ അത്രയും പരാക്രമം കാട്ടിയത്. അടുത്ത ക്യാരക്ടർ വിക്രം. ടൈറ്റിൽ സോങ്ങിൽ തന്നെ ഏതിനെയാണ് സിംബോളൈസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു തരുന്നുണ്ട്. അതെ, ഈഗിളാണ്. ഫോക്കസിൻ്റെ കാര്യത്തിൽ ഈഗിൾ എന്ന ബേഡിനെ കടത്തി വെട്ടാൻ മറ്റൊന്നില്ലെന്ന് തന്നെ പറയേണ്ടി വരും. ഒരു ബൈനോക്കുലർ വ്യൂ ആണ് ഈഗിളിനുള്ളത്. മാത്രമല്ല ഡിസ്റ്റൻസ് കാൽക്കുലേഷൻ. അതായത് കടലിൽ കിടക്കുന്ന ഒരു പാമ്പിനെയാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ അത് എത്ര വേഗത്തിലാണ് പോകുന്നത്, ഏത് ആംഗിളിൽ നിന്ന് അതിനെ പിടിക്കാം എന്നതിൽ പരുന്തുകൾക്കൊരു പ്രത്യേക കഴിവ് തന്നെയാണ്. എപ്പോൾ ഇരയെ പിടിക്കുവാണെങ്കിലും എന്തെങ്കിലും ഒബ്സർവ് ചെയ്യുവാണെങ്കിലും അവരുടെ ഫോക്കസിങ് വളരെ സ്ട്രോങ് ആയിരിക്കും. വിക്രത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഫൈറ്റ് സീൻ എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാകും ആ ഒരു ക്യാരക്ടറിൻ്റെ കാൽക്കുലേഷനും അതുപോലെ ഫോക്കസിങ്ങും എത്രത്തോളം ആണെന്ന്. പാൽക്കുപ്പി എടുക്കാൻ പോകുന്ന ഭാഗത്ത് അത് തിളപ്പിക്കുന്ന സമയത്ത് പോലും അവിടെ ഒരാൾ നിൽപ്പുണ്ടെന്ന് വിക്രത്തിന് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി. പുള്ളിയുടെ കാൽക്കുലേഷനും ഈ ഒരു സ്ട്രോങ് സെൻസുമാണ് കൂടുതൽ പരിക്കേൽക്കാതെ പുള്ളിയെ അറ്റാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത്. ക്ലൈമാക്സിൽ റോളക്സിലേക്ക് വിക്രം എങ്ങനെ എത്തിയെന്ന ഡീറ്റെയിലിംഗ് ആണ് ലിയോയുടെ ക്ലൈമാക്സിൽ കൊടുത്തിരിക്കുന്നത്. പുള്ളിയുടെ ബൈനോക്കുലർ വ്യൂ ആണ് ലിയോയുടെ ടെയിൽ എൻഡിൽ കാട്ടിയിരിക്കുന്ന സാറ്റലൈറ്റ് റഡാർ. അതുപോലെ ഈഗിളിൻ്റെ മറ്റൊരു വീക്കായിട്ടുള്ള വശമാണ് അതിൻ്റെ ബീക്ക്, ചുണ്ട്. അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ആ ഒരു വേദന സഹിച്ച് കഴിക്കാൻ പോലും പറ്റാതെ അടുത്ത ബീക്ക് വളരുന്ന വരെ കാത്തിരിക്കേണ്ടി വരും. ഈഗിളിൻ്റെ ബീക്ക് പോലെ വിക്രത്തിന് പ്രധാനപ്പെട്ടതായിരുന്നു തൻ്റെ മകൻ. മരിച്ചിട്ട് വിക്രം ഒന്ന് റിക്കവർ ആകാൻ വേണ്ടി സമയമെടുത്തതായി പാട്ടിൽ തന്നെ കാണിക്കുന്നുണ്ട്. വിക്രത്തിലെ മറ്റൊരു ക്യാരക്ടറാണ് അമർ. പുള്ളിയെ കമ്പയർ ചെയ്തിരിക്കുന്നത് ചീറ്റയുമായിട്ടാണ്. ചീറ്റയുടെ സ്പെഷ്യാലിറ്റി പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. എല്ലാ തരത്തിലും അമറുമായി യോജിക്കുന്ന ഒരു സിംബോളൈസേഷൻ തന്നെയാണ് ചീറ്റ. വിക്രത്തിൽ അമർ താൻ തേടുന്നയാൾ കർണനല്ല വിക്രമാണെന്ന് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കുന്നുണ്ട്. അതുപോലെ തൻ്റെ വൈഫിനെ കൊന്നതിന് ശേഷം മിനിറ്റുകൾക്കകം ജോസിൻ്റെ അടുത്തേക്ക് അമർ എത്തി. എല്ലാ ഇൻഫർമേഷനും വളരെ ഫാസ്റ്റായിട്ടാണ് അമർ ഡീകോഡ് ചെയ്തിരുന്നത്. വിക്രത്തിലെ മറ്റൊരു ക്യാരക്ടറല്ല, പകരം അവരുടെ ടീം ബ്ലാക്ക് സ്ക്വാഡ്. അതിൻ്റെ സിമ്പൽ, എംബ്ലത്തിലുള്ള ആ സിമ്പൽ നോക്കുന്ന സമയത്ത് അതൊരു ചെന്നായയുടെ സിമ്പലാണ്. ആട്ടിൻതോലിട്ട ചെന്നായ എന്ന് കേട്ടിട്ടില്ലേ? അതുതന്നെയാണ് ബ്ലാക്ക് സ്ക്വാഡിലെ ഓരോ അംഗങ്ങളും. ഒരു ഷേപ്പ് ഫിറ്റിംഗ് പോലെയാണ് ഇവരുടെ രീതികളും. ഇതിൽ ചിലർക്ക് അത് ജോലിയിലായിരിക്കാം, ചിലർക്ക് ഐഡന്റിറ്റിയിലായിരിക്കാം, ചിലർക്ക് പേരിലായിരിക്കാം. അമറിന്റെ ഭാഗം നോക്കുവാണെങ്കിൽ പേരിലും അതുപോലെ ജോലിയിലുമാണ് ഈ ഒരു ഷിഫ്റ്റിംഗ് കാണാൻ പറ്റുന്നത്. അമറിന്റെ യഥാർത്ഥ പേരെന്താണെന്ന് അറിയില്ല എന്ന് ജോസ് തന്നെ പറയുന്നുണ്ട്. അതുപോലെ കർണനെ അന്വേഷിക്കുന്ന സമയത്ത് പല പല ജോലിയാണെന്ന് പറഞ്ഞാണ് ഓരോരുത്തരെ കാണുന്നത്. ഇതേ ഷിഫ്റ്റിംഗ് വിക്രത്തിലോട്ട് വരികയാണെങ്കിൽ പുള്ളി ഹൈഡ് ചെയ്തിരിക്കുന്നത് തൻ്റെ പേരും അതുപോലെ ഐഡന്റിറ്റിയും ജോലിയുമായിരുന്നു. വിക്രം കർണനായി അതുപോലെ ഒരു ഗോസ്റ്റായി തൻ്റെ ഐഡന്റിറ്റി മാറ്റി. മോശമായ രീതിയിൽ പുറമേ കാണിച്ചിട്ട് അകമേ മറ്റൊരു ക്യാരക്ടർ. പോരാത്തതിന് ബ്ലാക്ക് സ്ക്വാഡിൽ നിന്നും ഒരു ഫാമിലി മാനിലേക്ക് മാത്രമായി മാറി. ഇനി ബിജോയിലേക്ക് വരുവാണെങ്കിൽ പുള്ളി ഷിഫ്റ്റ് ചെയ്തത് ബിജോയുടെ ജോലി മാത്രമായിരുന്നു. സ്ക്വാഡിൽ നിന്നും ഒരു പോലീസ് ഓഫീസറിലേക്ക്. സന്തനം, പാമ്പ്, അതാണ് പുള്ളിയുടെ സിമ്പൽ. ഈ പാമ്പുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ പേടിക്കുമ്പോഴായിരിക്കും കൂടുതൽ ആക്രമിക്കുക. അതും ഒരു ദയയില്ലാതെ ആക്രമിക്കുകയും ചെയ്യും. അത്രയും വിലയുള്ള ഡ്രഗ്സ് പോയപ്പോൾ റോളക്സ് തൻ്റെ ഫാമിലിയെ കൊല്ലുമെന്ന് പേടിച്ചാണ് പലരെയും സന്തനം തീർക്കുന്നത്. അതുപോലെ ഇര തേടാൻ വേണ്ടിയും എന്തെങ്കിലും അപകടം സെൻസ് ചെയ്യുമ്പോൾ മാത്രമായിരിക്കും പാമ്പുകൾ മാളം വിട്ട് വെളിയിൽ വരുന്നത്. ഇതുപോലെ തന്നെ വെറുതെ വെളിയിൽ വരുന്ന സ്വഭാവം ഇല്ല സന്തനത്തിന്.
എന്തെങ്കിലും അത്യാവശ്യമോ അല്ലെങ്കിൽ പ്രശ്നം വരുമ്പോൾ മാത്രമാണ് ഈ ക്യാരക്ടർ വെളിയിലോട്ട് വരുന്നത്. പാമ്പുകൾക്ക് പോയിസൺ ഉണ്ട്, അതുതന്നെയാണ് പാമ്പുകളുടെ ബലവും. സന്തനത്തിന്റെ ബലമാണ് അയാൾ ഉപയോഗിക്കുന്ന ഡ്രഗ്സ്. അതുപോലെ ഗ്രൂപ്പായും അല്ലാതെയും പോകുന്ന രീതി പാമ്പുകൾക്കുണ്ട്. സന്തനത്തിനും ഈ ഒരു രീതിയുണ്ട്, ഗ്രൂപ്പായിട്ടും പോവാറുണ്ട്, അല്ലാതെയും പോവാറുണ്ട്. ഇനി യൂണിവേഴ്സിലെ പ്രധാനപ്പെട്ട ക്യാരക്ടർ റോളക്സ്. റോളക്സിനെ സിംബോളൈസ് ചെയ്തിരിക്കുന്നത് തേളുമായിട്ടാണ്. പുള്ളിയുടെ ഡ്രഗ്സിലെ സീലും അതുപോലെ കഴുത്തിൽ കുത്തിയിരിക്കുന്നതും സെയിം സിമ്പിൾ തന്നെയാണ്. ഈ തേളുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ വിഷമുള്ള ജന്തുവാണ് തേള്. അതുപോലെ അത് ഗ്രൂപ്പായി എങ്ങും പോകാറില്ല. അതിന് ഗ്രൂപ്പുണ്ട്, പക്ഷെ തനിയെ നീങ്ങുന്നൊരു വർഗ്ഗമാണിവർ. ഇവിടെ റോളക്സിനെ നോക്കിയാലും വരുന്നത് ഗ്രൂപ്പായിട്ടാണെങ്കിലും പിന്നെ അങ്ങോട്ട് തനിയാണ് റോളക്സ് നിൽക്കുന്നത്. അതുപോലെ തേളിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് എന്തെങ്കിലും അപകടം സെൻസ് ചെയ്താൽ ഉടനടി അവിടെ നിന്ന് പോകും. അതിനു മുൻപായി ഒന്ന് നിന്ന ശേഷം ചുറ്റും ഒന്ന് ഒബ്സർവ് ചെയ്യും. ഇതുപോലെ തന്നെയായിരുന്നു റോളക്സ് തൻ്റെ ഗ്യാങ്ങിനിടയിൽ നിന്ന് നോക്കിയത്. എന്തോ പ്രശ്നം പുള്ളി സെൻസ് ചെയ്തിരുന്നു, ഉടനടി അവിടെ നിന്ന് പോയതും. ഇനി ലാസ്റ്റ് ക്യാരക്ടർ ലിയോ. ഒരു സ്ഥിരം വിജയിപ്പടമാണെന്ന് പറയുന്നവർ ഈ ഭാഗം കൃത്യമായിട്ടൊന്ന് കേൾക്കാൻ ശ്രമിക്കുക. ലിയോ എന്ന ക്യാരക്ടറിന്റെ സിംബോളൈസേഷൻ ലയണുമായിട്ടാണ്. ലയണിനെ നമുക്കറിയാം കിങ് ഓഫ് ദി ജംഗിൾ എന്ന് വിളിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം തന്നെയാണ് ലിയോയുടെ ഒരു ക്യാരക്ടർ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, ആറ്റിറ്റ്യൂഡ്. അതുപോലെ ഈ സിംഹങ്ങൾക്ക് ഒന്നിനെയും ഭയമില്ല. അതിപ്പോൾ കടലിലെ തിമിംഗലമാണെങ്കിലും പണ്ട് ജീവിച്ചിരുന്ന ഡൈനോസറുകളാണെങ്കിലും സിംഹത്തിന്റെ പേടിയില്ലാത്ത ആ ഒരു ആറ്റിറ്റ്യൂഡ് വിട്ടുമാറത്തില്ല. ഇത് തന്നെയാണ് ലിയോയും. പുള്ളിക്ക് ആരെയും പേടിയില്ല. എത്ര പേര് മുൻപിൽ വന്നാലും പേടിച്ചു മാറുന്ന ഒരു സ്വഭാവം ലിയോയ്ക്കില്ല. പിന്നെ എതിരെ നിൽക്കുന്ന മൃഗങ്ങളെ തൻ്റെ ശബ്ദം കൊണ്ട് പേടിപ്പിക്കുന്ന ഒരു രീതി കൂടി സിംഹങ്ങൾക്കുണ്ട്. ക്ലൈമാക്സ് ഫൈറ്റിലും മാർക്കറ്റ് ഫൈറ്റിലും ലിയോയെ ഹെൽപ്പ് ചെയ്തത് ഈ ഒരു രീതി തന്നെയാണ്. അതുപോലെ ആൺസിംഹങ്ങൾക്ക് ആകെ പേടിയുള്ളത് തൻ്റെ ഇണയായ പെൺസിംഹങ്ങളോട് മാത്രമായിരിക്കും. അതുപോലെ സത്യയെ പേടിക്കുന്ന പല സീനുകളും ലിയോയിൽ നമുക്ക് കാണാൻ പറ്റും. സത്യ ഒരു കാരണവശാലും തൻ്റെ പാസ്റ്റിനെ പറ്റി അറിയരുതെന്ന് നിർബന്ധമുണ്ടായിരുന്നു പാർത്ഥിബന്. ഇതാണ് LCU. ഇതിൽ കൂടുതലായി എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കുക. അപ്പോൾ മറ്റൊരു സബ്ജക്റ്റുമായി കാണുന്നത് വരെ ബൈ.